കലാകാരന്മാരുടെയും കലാ ആസ്വാദകരുടെയും നാടാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെയാണ് ഭരത് മുരളി എന്ന മഹാനടന്റെ അനുസ്മരണ സമ്മേളനവും കോഴിക്കോട് സംഘടിപ്പിച്ചത്. എന്നാൽ ടാഗോർ ഹാളിൽ നടന്ന അനുസ്മരണ സദസ്സിൽ മുൻനിര സീറ്റുകൾ ഒഴികെ ബാക്കിയെല്ലാം ശൂന്യമായിരുന്നു. തിരക്കുകൾക്കിടയിൽ മലയാളിയുടെ പ്രിയപ്പെട്ട നടനെയും കലാകാരനെയും ഓർക്കാൻ കോഴിക്കോട്ടുകാർക്ക് സമയമില്ലാതായിരുന്നു. ഭരത് മുരളി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞു. ഒരു നടൻ മാത്രമായിരുന്നില്ല മുരളി. നാടകപ്രവർത്തകനും സംഘാടകനും എഴുത്തുകാരനുമൊക്കെയായി ആ പ്രതിഭ കേരളത്തിന്റെ സാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞുനിന്നു. ആ മുരളിയെ അനുസ്മരിക്കാൻ എത്തിയതോ വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രം. മരണം മറവിയുടെ ആദ്യത്തെ ഏടുകൾ തുടങ്ങുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ മുരളിയെ കോഴിക്കോട്ടുകാർ മറക്കരുതായിരുന്നു. കാരണം കലാകാരന്മാരെ നെഞ്ചിലേറ്റിയ പാരമ്പര്യമാണ് കോഴിക്കോട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത്. ഇവിടെ സംഭവിച്ചത് നേരെ വിപരീതവും. തിരക്കുകൾക്കിടയിൽ മലയാളി കലയെ മറന്നുപോയിരിക്കുന്നു. തിരക്കേറുന്നത് മറ്റു പല സ്ഥലങ്ങളിലും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ മാത്രമല്ല കോഴിക്കോട്ടുകാർക്ക് മുരളി പരിചിതനാവുന്നത്. കോഴിക്കോട്ട് വെച്ച് ചിത്രീകരിച്ച പല സിനിമകളിലും നായകനായിരുന്നു മുരളി. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളെങ്കിലും കോഴിക്കോട്ടുകാർ നെഞ്ചിലേറ്റും ഈ കലാകാരനെയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, സ്പൈഡർനെറ്റ് ന്യൂസ്.